ഗണപതി ഒരുക്ക്. പൂജകളിൽ വിഘ്നേശ്വരന് ഗണപതി ഒരുക്ക് വയ്ക്കാറുണ്ട്. ഒരു ദൂശനിലയിൽ അവലെടുത്ത് ശുദ്ധജലം ചേർത്ത് നന്നായി നനച്ച് ഇളക്കി വെക്കണം. അതിലേക്ക് ശുദ്ധമായ മലര് ചേർത്ത് ഇളക്കണം. മലരിൽ നെല്ലോ ഉമിയോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കി ശുദ്ധമാക്കിയത് വേണം ഇതിൽ ചേർക്കാൻ. അത് കഴിഞ്ഞാൽ ശർക്കര ചേർക്കണം. കദളിപ്പഴം ചെറുതായി അരിഞ്ഞ് ചേർക്കാം. കദളിപ്പഴം അത്ര ചെറുതാക്കാതെ വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞു ചേർക്കാവുന്നതാണ്. പിന്നീട് ഉണക്കമുന്തിരി, കൽക്കണ്ടം, നെയ്യ് ഇവയൊക്കെ ചേർത്ത് ഗണപതി ഒരുക്ക് തയ്യാറാക്കാം. പൂജകളിൽ ഗണപതി ഭഗവാന് ഒരു നിവേദ്യം നൽകാറുണ്ട്. വിഘ്നങ്ങളുടെ ഈശ്വരനായ വിഘ്നേശ്വരന്റെ പ്രീതി ഉണ്ടായാൽ ചെയ്യുന്ന ഏത് കർമ്മത്തിനും തടസ്സം കൂടാതെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയിട്ടാണ് എല്ലാ പൂജകളിലും വിഘ്നേശ്വര സങ്കല്പത്തിൽ ഗണപതി ഒരുക്ക് വയ്ക്കുന്നത്. പൂജകളിൽ മാത്രമല്ല, പല മംഗളകർമ്മങ്ങളിലും ഗണപതി ഒരുക്ക് വയ്ക്കാറുണ്ട്. ഗണപതി ഭഗവാന്റെ വിഘ്നേശ്വരന്റെ പ്രീതി ഉണ്ടായാൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുന്നതാണ്. വീടുകളിൽ പൂജാമുറിയിൽ ഗണപതി ഒരുക്ക് വെച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സർവ്വവിധമായ തടസ്സങ്ങളും മാറി ഐശ്വര്യമുണ്ടാകുന്നതാണ്. ഓം ഗം ഗണപതയേ നമഃ.